എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. റോമാലേഖനം 8-ാം അധ്യായം 22-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരാശിയെ സംബന്ധിച്ച ചില കാര്യങ്ങൾ നമുക്ക് അല്പനേരം ചിന്തിക്കാം. സർവ സൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോടിയിരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഇവിടെ മനുഷ്യരാശിയെ സംബന്ധിച്ച് പുതിയ നിയമ അപ്പോസ്തലന്മാരുടെ അറിവ് അതിനെക്കുറിച്ചാണ്. സർവ സൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോടിരിക്കും. അപ്പൊ ഈ ഞരക്കത്തിന്റെ കാരണം എവിടെയാണ് ആരംഭിച്ചതെന്ന് മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ യാതനകളും വേദനകളും ദുരിതങ്ങളും ദുഃഖങ്ങളും ആരംഭിച്ചത് ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെയാണ്. ദൈവം ആദാമിനെയും ഹവ്വായെയും അവരെ ഏദൻ തോട്ടത്തിൽ ആക്കി അവർക്കൊരു കൽപ്പന ദൈവം കൊടുത്തു. കൽപ്പനയ്ക്കൊരു വിശേഷതയുണ്ട്. നന്മയും തിന്മയും അറിയുവാനൊരു കാരണം ദൈവം അവിടെ ഉണ്ടാക്കുകയില്ല. ഉൽപ്പത്തി പുസ്തകം 2:17 എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഞരക്കത്തിന്റെ തുടക്കത്തിനു വേണ്ടി ഒരു പ്രമാണമാണ് ഇവിടെ ലഭിക്കുന്നത്. ഏതായാലും നമ്മുടെ ആദി മാതാപിതാക്കന്മാർ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം ഭക്ഷിക്കുകയും ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ദൈവം അടുത്ത നടപടിയിലേക്ക് കടക്കുകയുണ്ടായി. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 22 മുതൽ 22-23 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഇപ്പോൾ അവൻ കൈ നീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുതെന്ന് കൽപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. അപ്പൊ ഇവരെ അനുസരണക്കേട് ചെയ്തതിന്റെ ഫലമായി നന്മയും തിന്മയും അറിയാനുള്ള ഒരു കാരണം ഉണ്ടായി. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ദൈവം ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു നിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു. മരണവും ജീവനുമാണ് മനുഷ്യനെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ 2 വിഷയങ്ങൾ. അപ്പോൾ അവരെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഇങ്ങനെ അവൻ മനുഷ്യരെ ഇറക്കിക്കളഞ്ഞു. അപ്പോ ഏദൻ തോട്ടത്തിൽ വെച്ച് കഷ്ടതയുടെയും ദുരിതത്തിൻ്റെയും ആരംഭം കുറിച്ചത്. പിന്നീട് നമ്മൾ കയീന്റെയും ഹാബേലിന്റെയും ചരിത്രത്തിൽ ആദ്യത്തെ കൊലപാതകം അവിടെ നടക്കുകയാണ്. കയീൻ തൻ്റെ അനുജനായ ഹാബേലിനെ കൊന്നുകളഞ്ഞു. തുടർന്ന് നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ പിന്നീട് വരുന്ന എല്ലാ മനുഷ്യരും തിന്മയോടുള്ള കൂടുതൽ ഒരു സാമീപ്യമാണ് നമുക്ക് കാണാൻ.
തിന്മ നിരന്തരം വർദ്ധിക്കുകയും മനുഷ്യർക്ക് സഹിച്ചുകൂടാത്ത അനുഭവങ്ങളും പ്രവർത്തനങ്ങളും ഉളവായി വരികയും ചെയ്തു. അങ്ങനെ ആദാമിൻ്റെ സൃഷ്ടി മുതൽ 1656 വർഷം പിന്നിട്ടതിൻ്റെ ശേഷം ജലപ്രളയമെന്ന ഒരു വലിയ ശിക്ഷാപദ്ധതി ദൈവം നടപ്പാക്കി. മനുഷ്യർ തന്നിഷ്ടക്കാരും ദൈവത്തെ വെല്ലുവിളിക്കുന്നവരുമായി തീർന്നു. ഇപ്പോൾ ഞരക്കത്തിൻ്റെ പെരുപ്പം ഒന്നോടൊന്ന് വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. കർത്താവിൻ്റെ കാലം ആയപ്പോഴേക്കും ഏതാണ്ട് 4000 സംവത്സരം പിന്നിട്ടതിന് ശേഷമാണ് യേശുക്രിസ്തു വന്നത്. യേശുക്രിസ്തു വന്നത് സുവിശേഷത്തെക്കുറിച്ചും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള രക്ഷയെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും മനുഷ്യരാശിക്ക് അറിവ് നൽകുന്നതിനും അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനും വേണ്ടി. അങ്ങനെ ക്രിസ്തുയേശുവിൽ വിശ്വാസമർപ്പിച്ച ശിഷ്യന്മാർ അവർക്ക് പഴയ നിയമ കാലത്തിൽ നിന്നും വ്യത്യസ്തമായ അറിവുകൾ യേശുക്രിസ്തു വഴി ലഭിക്കേണ്ടായി. അപ്പോൾ ഈ ഞരക്കത്തെക്കുറിച്ചാണ് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്. സർവസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കും. ഈറ്റുനോവോടെ ഇരിക്കുന്നു പറയുന്നതിൻ്റെ കാര്യമെന്താണ്? ഒരു പ്രസവം നടക്കുന്നതിന് മുമ്പുള്ള ഒരു വേദനയെക്കുറിച്ചാണ്. അപ്പൊ ഇവിടെ ഒരു വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നാണ്. യേശുക്രിസ്തു വഴി മാനവരാശിക്ക് വലിയൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നു. അതിനുവേണ്ടി സർവസൃഷ്ടിയും ഞരങ്ങിക്കൊണ്ടിരിക്കും. മാനവ ചരിത്രത്തിൽ പലവിധമായ ഭരണകൂടങ്ങൾ കാലാകാലങ്ങളിൽ ഈ ഭൂമിയിൽ മനുഷ്യരെ ഭരിച്ചു. പ്രഭുക്കൾ ഭരിച്ചു, രാജാക്കന്മാർ ഭരിച്ചു, കുലീനന്മാർ ഭരിച്ചു. ഈ ഭരണ സംവിധാനങ്ങൾക്കൊന്നും മാനവരാശിയുടെ അവശതകൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചില്ലെന്ന്. ഇപ്പോൾ ജനാധിപത്യം നിലവിലുള്ള പല രാജ്യങ്ങളും ഏകാധിപത്യം നിലവിലിരിക്കുന്ന പല രാജ്യങ്ങളും ആഗോളതലത്തിൽ യാതൊരു ഗവൺമെന്റിനും നീതിയും ന്യായവും സമാധാനവും നിലനിർത്താൻ പ്രാപ്തിയില്ലാതെയായിരിക്കുന്നു എന്ന് നമുക്ക് ഇപ്പോൾ കാണുവാൻ കഴിയും. യുദ്ധത്തിൻ്റെയും കെടുതികളുടെയും ക്ഷാമം, ഭൂകമ്പം, മഹാമാരി, പ്രകൃതിക്ഷോഭങ്ങൾ, ദുരിതങ്ങൾ, ഇങ്ങനെ നാനാവിധമായിട്ട് മനുഷ്യരാശി ഇന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏതോ ഒരു നല്ല ഭരണത്തിനു വേണ്ടി അറിയാതെ ഓരോ മനുഷ്യരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഒരു ഭരണം കൈവരാനും അതിൻ്റെ കീഴിൽ സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും നിലനിൽക്കാനും ആഗ്രഹിച്ചുകൊണ്ട് ഓരോ തലമുറകളും അങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. മനുഷ്യൻ മാനസിക സന്തോഷത്തിനു വേണ്ടി ഇന്ന് ലഹരിയെയാണ് കൂടുതൽ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. ലഹരി കൊണ്ട് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിച്ചിട്ട്
ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളത്. ഇപ്പം നമ്മുടെ ഗവൺമെൻറ് അതിനുപോലും ഇപ്പം സമ്മതിക്കുന്നില്ല. അപ്പോൾ ആ കാര്യത്തിലും വലിയ ഞരക്കം വന്നിരിക്കുക. യഥാർത്ഥത്തിൽ മനുഷ്യന് ദുഃഖവും ദുരിതവും അതിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടിയത് ഈശ്വരവിശ്വാസമാണ്. ഈശ്വരവിശ്വാസമുള്ള ഏതൊരാൾക്കും ഈ ലോകത്തിൽ വളരെ മനസമാധാനത്തോടുകൂടെ ജീവിക്കാൻ കഴിയുമെന്നുള്ളത് വലിയൊരു സത്യമാണ്. അതിനെതിരായിട്ടുള്ള പ്രചാരണങ്ങളും ദൈവവിശ്വാസികളെ പിന്തിരിപ്പിക്കുന്ന വിധത്തിലുള്ള ഇസങ്ങൾ ഇവിടെ സാത്താൻ അനുദിനം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. യുക്തിവാദം, നിരീശ്വരവാദം, പിന്നെ അക്രൈസ്തവമായ ഉപദേശങ്ങൾ, ഇതുവഴി മനുഷ്യരെ ദൈവവിശ്വാസത്തിൽ നിന്നും പിന്തിരിപ്പിക്കും. അപ്പോൾ ആത്മീയ മേഖലയിലും ഭൗതിക മേഖലയിലും മനുഷ്യന് മാനസികമായ സ്വസ്ഥതയും സമാധാനവും നൽകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രസ്ഥാനങ്ങളാണ് ഇവിടെ നിലകൊള്ളുന്നതും ഇവിടെ ചെയ്യുന്ന പ്രവൃത്തികൾ മനുഷ്യന് പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ സകല ജാതികൾക്കുമുള്ള മനോഹര വസ്തു ഹഗ്ഗായിയുടെ പ്രവചനത്തിൽ പറയുന്നുണ്ട്. സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. ഭാവിയിൽ വരുവാനുള്ള കാര്യം. സകല ജാതികളുടെയും മനോഹര വസ്തു ഏതാണ്? ആ മനോഹര വസ്തു പിറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഞരക്കമാണ്, അതിനു വേണ്ടിയിട്ടുള്ള ഈറ്റുനോവാണ്. സകല സത്യവും ഇന്ന് അതിൻ്റെ പേരിലാണ് ഞരങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഞരക്കത്തിനിടയിൽ കർത്താവ് ഒരു ഭരണകൂടത്തെ കുറിച്ച് ശിഷ്യന്മാരോട് പറഞ്ഞു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയും. അപ്പോൾ ഫലത്തിൽ ഈ മനോഹര വസ്തു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ രാജ്യമാണ്. ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ക്രൈസ്തവർക്ക് പോലും യാതൊരു നിശ്ചയവുമില്ല. യഹൂദൻ വിചാരിച്ചു ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ യഹൂദന്റെ നഷ്ടപ്പെട്ട ഭരണം അവർക്ക് വീണ്ടും ലഭിക്കുമെന്നുള്ളതാണ്. യഹൂദന്റെ ഭരണം നഷ്ടപ്പെട്ടത് ഒടുവിലത്തെ രാജാവായ സിദക്കിയാവിൻ്റെ കാലത്ത് BC 606 ബാബിലോൺ ചക്രവർത്തി യെരുശലേമിനെ ആക്രമിച്ചു. സിദക്കിയാവിനെ ബാബേലിലേക്ക് അടിമകളാക്കി കൊണ്ടുപോയി അവിടെ ഇസ്രായേലിൻ്റെ ഭരണകൂടം അവസാനിച്ചു. ആ ഭരണകൂടം യേശുക്രിസ്തു മശിഹ വീണ്ടെടുത്തു കൊടുക്കും. അതാണ് ദൈവരാജ്യമെന്ന് ഇസ്രായേൽ വിചാരിച്ചു. പക്ഷേ ഈ പ്രാർത്ഥനയിൽ പറയുന്ന കാര്യം അതല്ല. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമെന്നുള്ളതാണ് പ്രാർത്ഥനയുടെ അടിസ്ഥാനം. അതല്ലാതെ നിന്റെ ഇഷ്ടം യഹൂദന്റെ രാജ്യം സ്ഥാപിച്ചു കൊടുക്കുക എന്നുള്ളത് ആകണമെന്നല്ല. ഇവിടെ ക്രിസ്ത്യാനികൾ പറ്റിയിരിക്കുന്നത് കുഴപ്പം. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മരണശേഷം നീതിമാന്മാരുടെ ആത്മാക്കൾ സ്വർഗത്തിൽ പോയി താമസിക്കുകയും അതാണ് സ്വർഗരാജ്യമെന്ന, അതാണ് ദൈവരാജ്യമെന്ന മനസ്സിലാക്കി. ദുഷ്ടന്മാരെ നരകത്തിലേക്കും തള്ളിക്കളയും. അപ്പൊ ഇത് സകല ജാതികളുടെയും മനോഹര വസ്തുവാകുന്നത് എങ്ങനെയാണ്? സകല ജാതികളുടെയും മനോഹര വസ്തു എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെയും യഹൂദൻ അല്ലാത്തവരുടെയും മനോഹര വസ്തു എന്നാണ്. അപ്പൊ ക്രിസ്തുവിൻ്റെ ആധിപത്യം
അത് സർവഭൂമിയിലെയും നിറയുന്ന നിത്യ ആധിപത്യമായിരിക്കുമെന്നാണ്. അത് സ്വർഗത്തിലല്ല ആ ആധിപത്യം സ്ഥാപിക്കുന്നത്, അത് ഭൂമിയിലാണെന്നുള്ളത്. സകല ജാതികളുടെയും മനോഹര വസ്തു എന്ന് പറയുന്ന ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിക്കപ്പെടുമ്പോൾ ആദിയിൽ ഏദനിൽ വെച്ച് നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടും എന്നുള്ളതാണ്. അവിടെ ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ പുറത്താക്കി കളഞ്ഞു എന്നാണ്. ഈ പുറത്താക്കി കളഞ്ഞ മനുഷ്യനെ വീണ്ടും ഏദൻ തോട്ടത്തിൽ ആക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. അതിനുവേണ്ടി യേശുക്രിസ്തുവാകുന്ന മധ്യസ്ഥനെ മനുഷ്യർക്ക് വേണ്ടി ദൈവം സ്വർഗത്തിൽ നിന്ന് അയച്ചു തന്നു. അപ്പോൾ ഈ അയക്കപ്പെട്ട യേശുക്രിസ്തു ഒന്നാം വരവിൽ ഈ രാജ്യത്തിൻ്റെ സ്ഥാപനത്തിന് വേണ്ടിയുള്ള അടിസ്ഥാന ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുകയും രണ്ടാമത്തെ വരവിൽ ഈ ഭരണകർത്താക്കൾ മുഖാന്തരം യേശുക്രിസ്തു തൻ്റെ ആധിപത്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുകയും അപ്പോൾ സർവ സൃഷ്ടികളുടെയും ഞരക്കം മാറുന്നത്. ഈ ഞരക്കം മാറുന്നത് എങ്ങനെയാണ്? മരണഭയം നീങ്ങുകയും ദൈവത്തോട് ഉള്ള സ്നേഹത്തിൽ മനുഷ്യൻ വീണ്ടും ആയിത്തീരുക. അപ്പോൾ ഭൗതികമായ അനുഗ്രഹങ്ങൾ സമ്പൽ സമൃദ്ധമായി മനുഷ്യന് ലഭിക്കുന്നു. ഈ ലോക ഗവൺമെൻറ്റുകൾക്കും ഇതിനു മുമ്പുള്ള ഭരണ സംവിധാനങ്ങൾക്കും നൽകുവാൻ കഴിയാത്ത വിധത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും നിത്യജീവനും മനുഷ്യന് വാഗ്ദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ രാജ്യം സകല മനുഷ്യർക്കും മനോഹര വസ്തുവായി തീരും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവസാനിക്കും.